ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, ഷോൺ ജോർജ് കാണിക്കുന്ന ഈ ആർജവം UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഇന്ന് തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിധിപ്പകർപ്പ് പുറത്തു വന്നിട്ട് പോലും ഒരു ശക്തമായ പരാമർശം ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നും കണ്ടില്ല. ഇന്നലെ VD സതീശനൊക്കെ സംസാരിച്ചിരുന്നു, ഇത് സ്വാഗതാർഹമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നല്ലാതെ എവിടെയോ ഒരു പതറിച്ച കാണുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? യാതൊരു പതർച്ചയുമില്ല. ഷോൺ ജോർജ് പരാതിക്കാരനാവുന്നതിന് മുമ്പ് മാസപ്പടിയുമായി ബന്ധപ്പെട്ട ആരോപണം കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതും അതിനെ ഏറ്റെടുത്ത് ഇന്നും അടക്കം പത്രസമ്മേളനങ്ങൾ, തുടർച്ചയായ പത്രസമ്മേളനങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിയിൽ വിടുന്നതും ഞങ്ങളുടെ തന്നെ MLA ആയ ശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടനാണ്. സ്വാഭാവികമായും അദ്ദേഹം ഏറ്റെടുത്തൊരു കേസ് അദ്ദേഹം തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അദ്ദേഹത്തെ അതിനുള്ള എല്ലാ പിന്തുണയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിന് പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട്. ഒന്ന്. രണ്ട്, ഇന്നത്തെ വിധി നോക്കും. വിധിയിൽ എന്താണ് ഇവർ പറയുന്നത്? ട്യൂട്ടൺ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടാണ് പോയത്. ഇന്ന് രാവിലെ തൊട്ടുള്ള ചർച്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവർ പറയുന്നത് ഈ അന്വേഷണത്തിൽ, അതായത് ഈ 212 അന്വേഷണത്തിൽ ഒരു നിയമവിരുദ്ധതയുണ്ട്. ആ നിയമവിരുദ്ധതയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ കോടതിയിൽ പോകുന്നത്. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഇത് ഭരണഘടനാപരമല്ല. ട്യൂട്ടൺ അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരു 212 അന്വേഷണം പ്രഖ്യാപിക്കാൻ പാടില്ല. അതിന്റെ ഫൈനൽ റിപ്പോർട്ട് വരുന്നോടം വരെ. എന്താണ് ഈ വ്യത്യാസം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കട്ടെ. 210ഉം 212ഉം. 210 എന്ന് പറയുന്നത് ROC അന്വേഷണമാണ്. ROC അന്വേഷിച്ചാൽ ഉണ്ടാവുന്ന സാധ്യത എന്ന് പറയുന്നത് ROCക്ക് തങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു റിപ്പോർട്ടായി കമ്പനികാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനികാര്യ മന്ത്രാലയത്തിൽ ഇരിക്കുന്ന ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫയലുകളുടെ കൂടിലേക്ക് പുതിയൊരു ഫയൽ കൂടി ചെല്ലും, തൈക്കണ്ടിയിൽ വീണ ഫയൽ. അല്ലാതെ വേറെ ഒരു പ്രയോജനവും ട്യൂട്ടൺ അന്വേഷണം കൊണ്ട് ഉണ്ടാവില്ല. എന്നാൽ 212 അങ്ങനെയല്ല. 212 എന്ന് പറയുന്നത് SFIO എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം. അവർക്ക് അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി മുമ്പോട്ട് പോകാം. സീഷർ അടക്കം, ഫയൽ സീഷർ ആവട്ടെ അല്ലെങ്കിൽ ഡോക്യുമെന്റ് സീഷർ ആവട്ടെ അടക്കമുള്ള നടപടികളുമായി മുമ്പോട്ട് പോകാം. അവർക്ക് ലോക്കൽ പോലീസ് മുതൽ ED വരെയുള്ള ഏജൻസികളുടെ സപ്പോർട്ടും നേടിയെടുക്കാം. അപ്പോഴാണല്ലോ ഈ 1.72 crore rupees ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി എന്തിനാണ് ഭരണഘടനയിലെ 212 ഉപയോഗിച്ചുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസിയെ ഇവിടേക്ക് കെട്ടിയിറക്കുന്നത്? അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായ, ഫാസിസ്റ്റ് വിരുദ്ധ സമരനായകനായ തൈക്കണ്ടിയിൽ പിണറായി വിജയനെ നേരിടാൻ വേണ്ടിയാണ് എന്നുള്ള ഇവരുടെ ക്യാപ്സ്യൂൾ. ആ ക്യാപ്സ്യൂൾ തന്നെയാണ് ഇവർ സിറ്റിങ്ങിന് 25ഉം 30 ലക്ഷം കൊടുക്കുന്ന അഡ്വക്കേറ്റ് കോടതിയിൽ പറഞ്ഞത്. നോക്കൂ, ഈ കേസ് SFIO അന്വേഷിക്കാനുള്ള തീവ്രത ഇല്ല എന്ന് CMRLന്റെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. ഇത് അതിനുള്ള തീവ്രത ഇല്ല. ഇത് ബാലനും ശ്രീമതി ടീച്ചറും അന്വേഷിക്കേണ്ട തീവ്രത അളക്കൽ കമ്മീഷൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷനെ ഞങ്ങൾ വിട്ടേക്കാം എന്ന് ഇവിടുത്തെ സഹാക്കൾ പറയുന്നത് പോലെ തന്നെ ഇതിന് തീവ്രത ഇല്ല. SFIO അന്വേഷിക്കാൻ മാത്രമുള്ള തീവ്രത ഈ കേസിനില്ല എന്ന് ഇവർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി അത് അപ്പാടെ തള്ളിക്കളഞ്ഞു. ഇപ്പൊ നേരത്തെ MJ പറയുകയാണ്, എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതിലെ നിയമവിരുദ്ധത ചോദ്യം ചെയ്യുക എന്നുള്ളത് ആയിരുന്നില്ല, ഇതിലെ അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഇവരുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു അത് അദ്ദേഹം പറയാതെ പറയുകയാണ്. ഇവരുടെ ലക്ഷ്യം ഒരു മുൻകൂർ ജാമ്യം നേരിട്ട് അപ്ലൈ ചെയ്യാതെ ലഭിക്കുമോ എന്നുള്ളൊരു ട്രൈ ആണ് ഇവർ നടത്തിയത്. മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി നേരിട്ട് കോടതിയിൽ പോയാൽ ഇവർ അന്വേഷണത്തെ ഭയപ്പെടുന്നുവെന്നും ഇവർക്ക് എന്തൊക്കെയോ മറയ്ക്കപ്പെടാനുണ്ട് എന്നൊരു നരേറ്റീവ് വരുന്നത് കൊണ്ട് അവർക്ക് വളഞ്ഞ വഴിയിലൂടെ ഒരു മുൻകൂർ ജാമ്യം കിട്ടുമോ എന്നാണ് ഇവർ ശ്രമിച്ചത്. പക്ഷെ കോടതി അതും കൊടുത്തിട്ടില്ല. കോടതി വളരെ കൃത്യമായി SFIOയോട് ചോദിക്കുന്നു, നിങ്ങൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? SFIOയുടെ അഭിഭാഷകൻ പറയുന്നു, ഇല്ല, തൽക്കാലമില്ല. കാര്യം ഈ അന്വേഷണം നടക്കുന്നത് അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ്, അതുകൊണ്ട് ഇപ്പോഴത്തെ സ്റ്റേജിൽ അത് പറയാനാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ രാവിലെ തൊട്ട് എല്ലാ സഹാക്കളും പറയുന്നത് നോക്കൂ, അറസ്റ്റ് തടഞ്ഞു. കോടതി ഒരിടത്തും അറസ്റ്റ് തടഞ്ഞിട്ടില്ല. കോടതി ചോദിക്കുന്നു, നിങ്ങൾ അറസ്റ്റിലേക്ക് കടക്കുമോ? SFIO പറയുന്നു, ഇല്ല, ഇപ്പോൾ പ്രാരംഭഘട്ടമായതുകൊണ്ട് അതിൽ ഉത്തരം പറയാൻ പറ്റില്ല. അത് അറസ്റ്റിലേക്ക് കടക്കുമെന്ന് SFIO പറഞ്ഞിരുന്നെങ്കിൽ അതിന്മേൽ വാദം കേൾക്കുമായിരുന്നു. അതിന്മേൽ വാദം കേട്ടാൽ മാത്രമാണ് കോടതിക്ക് ഡയറക്ട്ലി അറസ്റ്റ് തൽക്കാലം വേണ്ട, അറസ്റ്റ് ഗുരുതര നടപടികളിലേക്ക് പോകണ്ട. അറസ്റ്റൊന്നും തടഞ്ഞിട്ടില്ല. ഈ ഉത്തരവ് പ്രകാരം അറസ്റ്റൊന്നും തടഞ്ഞിട്ടില്ല. അത് ശരിയാണ്. വാക്കാലും അന്ന് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല SFIOയുടെ അധികാരങ്ങളെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. എന്റെ സംശയം എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ KPCC ഓഫീസിന്റെ വിലാസം നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അത് എത്രമാത്രം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുമായിരുന്നു CPM?
ഇവിടെ AKG സെന്ററിന്റെ വിലാസമാണ് എക്സാലോജി കമ്പനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. നിങ്ങൾക്ക് പക്ഷേ അക്കാര്യത്തിൽ ഒരു പരാതിയും ഇല്ല എന്ന് തോന്നുന്നു. നിങ്ങൾ അത് വലിയ ഹൈലൈറ്റ് ചെയ്യുന്നുമില്ല. അതെന്തുകൊണ്ട്? കുഴപ്പമില്ല എന്നാണോ? ഒരിക്കലുമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ടിറങ്ങുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോ അങ്ങേക്ക് അറിയാലോ, ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വിധി പകർപ്പ് നമുക്ക് ലഭ്യമായ ശേഷം വലിയൊരു പ്രതികരണം ഉണ്ടാകാത്തത്. വരും ദിവസങ്ങളിൽ KPCC തന്നെ ഈ സമരത്തെ ഏറ്റെടുക്കും. നോക്കൂ, ഇത് പക്ഷേ വേറൊരു കാര്യമാണ്, SFI അന്വേഷണം നിങ്ങളുടെ നേതാക്കളിലേക്കും ഉണ്ടാകും. ഈ CMRന്റെ മാസപ്പടി ഡയറിയിൽ നിങ്ങളുടെ നേതാക്കളുടെ പേരുമുണ്ട്. അതുകൊണ്ട് അതും കരുതിയിരിക്കണം. ആയിക്കോട്ടെ, OCയും RCയും ഒക്കെ ആണല്ലോ. PV ഉണ്ടല്ലോ, ഇതില് PVയും ഉണ്ട്, KKയും ഉണ്ട്. നാളെ VT വസന്തകുമ്പള്ളി ഉണ്ടെങ്കിലും ഞങ്ങളുടെ KSUവിന്റെ ഒരു യൂണിറ്റ് പ്രസിഡന്റ് പോലും അന്വേഷണത്തെ തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതി വരാതെയും പോകില്ല. ഇവിടുത്തെ CJM കോടതി പോലും പോകില്ല എന്നുള്ള ഉറപ്പ് ഞാൻ ശ്രീ മഞ്ജുഷിന് തരാം. ഞങ്ങൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. OC വരട്ടെ, RC വരട്ടെ. വിവിധ കമ്പനികളിൽ നിന്ന് ഞങ്ങളുടെ രണ്ട് നേതാക്കളുടെ പേര്, ഒന്ന് RC OCയും. OC ആ സമയത്ത് പാർലമെന്ററി പാർട്ടിയുടെ ലീഡറാണ്. RC അന്നത്തെ PCCയുടെ അധ്യക്ഷനാണ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ആ സമയത്ത് നടക്കുന്ന ഈ പണം സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നടക്കുന്ന ഒരു വലിയ കേരള ജാഥ ഉണ്ട്. അതിന്റെ പേര് അന്ന് പടയൊരുക്കുമെന്നാണ്, അങ്ങേക്ക് ഓർമ്മ കാണും. അതടക്കമുള്ള വലിയ സമര പരിപാടികൾ, കേരള ജാഥകൾ, ഇലക്ഷൻ ഒക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും വിവിധ കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടാവും, പണം കൈപ്പറ്റിയിട്ടുണ്ടാവും. അത് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. പക്ഷേ PVക്ക് കിട്ടിയത് എങ്ങനെയാണെന്നും അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് എന്നും MJ തെളിയിക്കട്ടെ. അങ്ങനെ തെളിയിക്കുമ്പോൾ ഞങ്ങൾ ശരി ശ്രീ